അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഗഫൂർ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ്. വിശ്വാസികളായ തന്റെ അടിയാറുകളോടുള്ള അളവറ്റ കാരുണ്യ നിമിത്തം അവരിൽ സംഭവിച്ചു പോയ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും മറച്ചു വെച്ചുകൊണ്ടും അവർക്ക് മാപ്പേക്കിക്കൊണ്ടും അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടും തന്റെ അടിയാറുകളോട് അളവറ്റ ഔദാര്യം ചെയ്യുന്നവനാണ് അൽ ഗഫൂർ അല്ലെങ്കിൽ അൽ ഗഫാർ. ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ കാരുണ്യത്തിനും ഔദാര്യത്തിനും എത്രത്തോളം ആവശ്യക്കാരനാണോ അത്രത്തോളം തന്നെ ആവശ്യക്കാരാണ് അള്ളാഹുവിന്റെ അഫുവിനും അഥവാ വിട്ടുവീഴ്ചക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനും അഥവാ പാപം പുറത്തു നൽകുന്നതിനും. അൽ ഗഫൂർ പാപം പൊറുക്കുന്നവൻ, അൽ അഫുവ് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഈ രണ്ട് പദങ്ങൾക്കും ഒരേ ആശയത്തിലുള്ള അർത്ഥമാണ്. എങ്കിലും അൽ ഗഫൂറിനേക്കാളും അർത്ഥവിശാലതയുണ്ട് അൽ അഫുവിന് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൽ ഗഫൂർ എന്നത് തൻ്റെ അടിയാറുകളുടെ പാപങ്ങൾക്ക് മാപ്പേകലും മറച്ചു വെക്കലുമാണ്. എന്നാൽ അൽ അഫുവ് എന്നത് അടിയാറുകളുടെ പാപങ്ങൾ പൂർണ്ണമായും മായ്ച്ചു കളയലും വിട്ടുവീഴ്ച ചെയ്യലുമാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യാനേറെ ഇഷ്ടപ്പെടുന്നവനുമാണ്, നീ എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ. മനുഷ്യൻ ഏറെ ദുർബലനാണ്, അവൻ പാപങ്ങളിൽ അകപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഖേദിച്ച് മടങ്ങുകയും തൻ്റെ റബ്ബിനോട് മാപ്പിനിരക്കുകയും ചെയ്യുക എന്നത് റബ്ബിന് ഏറെ ഇഷ്ടമാണ്. അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അത്തരം ആളുകളെ അള്ളാഹു വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, വഹുവൽ ഗഫൂറുൽ വദൂദ്, ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനും അത്രേ അവൻ. അത്തരണത്തില് അള്ളാഹു തൻ്റെ അടിമയുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുകയും അതുമൂലം ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയുള്ള പദവിയിലേക്ക് ആ മനുഷ്യൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാ അൽ ഗഫൂർ എന്ന തിരുനാമത്തെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന് അള്ളാഹു സഹായം നൽകുമാറാകട്ടെ.